പക്ഷേ സാറിൻ്റെ ജീവിതത്തിൽ അടുത്ത ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ തന്നെയായിരിക്കും. അദ്ദേഹത്തിനെ കുറിച്ചൊരു പുസ്തകവും സാർ പ്രകാശനം ചെയ്തിട്ടുണ്ട്. കൂടുതൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ മറ്റെന്തെല്ലാമാണ്? സേവന മേഖലകളും അതല്ലാതെ ഒരുപാടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ നമുക്ക് പറയാൻ പറ്റാത്തതാണ് ഒരു ചെറിയ പുസ്തകം. അങ്ങേത് 50 വർഷത്തിൻ്റെ കണക്കാക്കി ഒരു 50 പേജ്, പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു 18 അധ്യായമാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്നാമത്തേന് നമ്മളൊരു രാഷ്ട്രീയക്കാരനല്ല, നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനാണ്. പക്ഷേ എല്ലാം കണ്ടറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഇതുപോലെ ഒരു ചോദ്യവുമില്ലാതെ എന്നെ അറിയിക്കാതെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എയ്ഡഡ് ഗവൺമെൻറ് നമുക്ക് തരുന്നതാണ്. അത് കാസർഗോഡ് വെച്ച് വലിയൊരു ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒരാഴ്ച ഞങ്ങൾ എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവിടെ വെച്ചൊരു വലിയ സമ്മേളനം, ഞങ്ങളുടെ സമ്മേളനത്തിൽ വെച്ച് ഇദ്ദേഹം അനൗൺസ് ചെയ്യുന്നതാണ്, ഇവർ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്, ഏറ്റവും വലിയ NGO ആണ്, ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ വക ഒരു സമ്മാനം. അപ്പോൾ ഞാനിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കും. 10,000-കണക്കിന് ആൾക്കാരുണ്ട്, വലിയൊരു സമ്മേളനമാണ്, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ കേട്ടോണ്ട ഇവർക്കൊരു ആർട്സ് ആൻഡ് സയൻസ്, സത്യസായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവർക്ക് നൽകുകയാണ് എന്നും പറഞ്ഞ് മനോരമയിലേക്ക് എല്ലാ പത്രത്തിലും ഉൾപ്പെടെ ഫ്രണ്ട് പേജിൽ വന്നു ഈ വാർത്ത. ഞാനപ്പോൾ എൻ്റെ അടുത്ത് വന്ന് തിരിച്ചിരുന്നപ്പോൾ സാർ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അല്ല ഇതൊരു സ്റ്റണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ. അപ്പം അതാണ് ഈ മനുഷ്യൻ്റെ വലിയ, ഇപ്പം നമുക്ക് തന്നതുകൊണ്ടല്ല, പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കേൾവിക്കാരനാണല്ലോ, കേൾവിക്കാരനാണ്. അതെ അതെ, വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്, ഏറ്റവും വലിയ മാഹാത്മ്യമാണത്. ഞാൻ എപ്പോഴും ഇതുപോലെ മറക്കാൻ പറ്റാത്തൊരു കാര്യം അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ, ഞങ്ങൾ ഈ കണ്ണൂർ കല്ലിക്കണ്ടിയിൽ നിന്ന് ഈ ഒരു ബോംബിൽ കൈയും കണ്ണും ഒക്കെ നഷ്ടപ്പെട്ട അമാവാസിയെ പൂർണ്ണചന്ദ്രനാക്കിയ ഒരു കഥയുണ്ട്. ആക്രി സാധനങ്ങൾ പറക്കണതിൻ്റെ ഇടയിൽ ഒരു സ്റ്റീൽ ബോൾ കിട്ടി, അതുകൊണ്ട് വർഷാവ് പൊട്ടിച്ചു, വലത് കണ്ണും ഇടത് കൈയും നഷ്ടപ്പെട്ടു. ആ ബാലൻ ആശുപത്രി കിടക്കുമ്പോൾ പല ആളുകളും വന്ന് കവിതയൊക്കെ ചൊല്ലി ഓറഞ്ചൊക്കെ കൊടുത്തു പോയി, അല്ലാണ്ട് അവൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. ഞാൻ ഈ വിവരം മലയാള മനോരമയിൽ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ വായിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായ ജ്യോതിലാലാണ് അവിടുത്തെ കലക്ടർ. ജ്യോതിലാലിനെ വിളിച്ചു, ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തു. ഇവനെ സംഗീതം പഠിക്കാനായിട്ട് സംഗീത കോളേജിൽ നമ്മൾ അയച്ചു. സംഗീത കോളേജിൽ അയച്ചപ്പോൾ ഇവൻ സംഗീത കോളേജിൽ പഠിച്ച് ഏകദേശം പൂർത്തിയായ സമയത്ത് ഉമ്മൻചാണ്ടി ബാവയുടെ സമാധി ദിവസം ഉമ്മൻചാണ്ടി തൊഴാനായിട്ട് വന്നാണ്. അപ്പോൾ അതിന് വന്നപ്പോൾ ഞാൻ പൂർണ്ണചന്ദ്രനെ പരിചയപ്പെടുത്തി. 2 സെൻറ്റൻസ് ഞാൻ പറഞ്ഞു, ഇതാണ് പൂർണ്ണചന്ദ്രൻ, അമാവാസിയായിരുന്നു, ഞങ്ങളെടുത്ത് വളർത്തി, ഇപ്പോൾ പഠിത്തം കഴിഞ്ഞു. അവൻ്റെ കയ്യും കണ്ണും ഒക്കെ അറിയാം, അന്ന് ലോകം മുഴുവനും ചർച്ചയായിരുന്നു ഇവൻ്റെ വിഷയം. അപ്പോൾ ഇങ്ങനെ 2 സെൻറ്റൻസ് എൻ്റെ അടുക്ക പറഞ്ഞുള്ളൂ. അപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവാണ്, ഞങ്ങൾ അധികാരത്തിൽ വരും, ആനന്ദകുമാർ ആ സമയത്ത് ഇവനെയും കൊണ്ടുവന്ന ഒരു അപേക്ഷ തരണം. 2 സെൻറ്റൻസാണ് പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഞാനപ്പോൾ ആദ്യത്തെ ബഹളമൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ച് ഒരു 5-6 മാസം വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പൂർണ്ണചന്ദ്രനെയും കൊണ്ട് ഒരു അപേക്ഷ കൊടുത്തു. ഞാൻ ഒരക്ഷരം ഇങ്ങേരെയോ സെക്രട്ടറിയോ ഞാൻ വിളിച്ചില്ല. അവിടെ IAS അന്നത്തെ ചീഫ് സെക്രട്ടറി ജയകുമാർ സാറായിരുന്നു, എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ ആരെയും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യില്ല, ഒന്നുമില്ല. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച ഇദ്ദേഹം നേരിട്ട് എന്നെ മിക്കവാറും നേരിട്ടാണ് വിളിക്കാറുള്ളൂ. നേരിട്ട് വിളിച്ചു, അനന്തകുമാരെ ഉമ്മൻചാണ്ടിയാണ്, പിന്നെ അവൻ്റെ ജോലി ശരിയായി കേട്ടോ. അപ്പോൾ ഞാൻ ശരി സാറേ, അവൻ പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അവൻ സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ് പഠിച്ചത്, അവിടെ തന്നെ കൊടുക്കണം തന്നെ, അതുകൊണ്ടാണ് ലേറ്റായത് എന്ന് പറയുമ്പോൾ ഒരു ക്ഷമാപണമാണ് ഇൻഡയറക്റ്റായിട്ട്, അതുകൊണ്ടാണ് ലേറ്റായത് കേട്ടോ. ഞാൻ പറഞ്ഞു സാറേ ഇപ്പോൾ ചെയ്തത് തന്നെ പുണ്യമാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺഫറൻസ് റൂമിൽ സ്വാഗതവും അധ്യക്ഷനും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് ഈ ലെറ്റർ അദ്ദേഹം ഹാൻഡ് ഓവർ ചെയ്യണം ജോലി. ഇന്ന് പൂർണ്ണചന്ദ്രൻ 65,000 രൂപ ശമ്പളം മേടിക്കുന്ന കുട്ടിയാണ്. മാത്രമല്ല അതിലും സന്തോഷ വാർത്ത, മിനിയാന്ന് അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനൊരു വീട് മേടിച്ചു അങ്കിൾ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇനി അവൻ്റെ ഒരു കല്യാണം, അതാണ് നമ്മൾ ഇനി അടുത്ത, അതും കൂടെ കഴിഞ്ഞാൽ ഒരു എന്താണ് പറഞ്ഞ ഒരു വളർത്തച്ഛൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെയൊക്കെ ഏകദേശം കർമ്മം പൂർത്തീകരിക്കും. അതിനുള്ളൊരു ശ്രമം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സഞ്ചാരം.